Facing your true form. ഡെവിൾ ബാക്ക് ബോൺ എന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട, അതൊരു പ്ലാന്റാണ്. നല്ല സുന്ദരമായ ഒരു പ്ലാന്റ്, എല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റാണ് ഡെവിൾസ് ബാക്ക് ബോൺ അഥവാ പെഡിലാന്തസ് പ്ലാന്റ്. നമ്മുടെ പ്ലാന്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞാലോ. പണ്ട് കാലത്ത് നാട്ടിൻപുറങ്ങളിലൊക്കെ ഇഷ്ടം പോലെ പുരയിടങ്ങളിലും അതേപോലെ അതിരിലും ഒക്കെ കണ്ടിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഈ പ്ലാന്റ്, പെഡിലാന്തസ് പ്ലാന്റ്. ഇത് തന്നെ പല പല വെറൈറ്റികളിൽ അവൈലബിൾ ആണ്. നല്ല ഒരു കേളി ഷേപ്പിലുള്ളവയും അതേപോലെ നല്ല ശരിക്കും സ്പൈൻ പോലെ പോയിരിക്കുന്നവയും ഒക്കെയുണ്ട്. യൂഫോർബിയ ടിത്തിമെലോയിഡ്സ് എന്ന സയന്റിഫിക് നെയിമോട് കൂടിയ ഈ പ്ലാന്റ് ഒരു പെരിനിയൽ സക്കുലൻ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ ഇതിന് കുറച്ച് കോമൺ നെയിംസ് ഉണ്ട്. ക്രിസ്മസ് കാൻഡിൽ, ഡബിൾസ് ബാക്ക് ബോൺ, റെഡ് ബേർഡ് കാക്ടസ്, റെഡ് ബേർഡ് ഫ്ലവർ, സിക്സാക് പ്ലാന്റ് എന്നൊക്കെ ഒത്തിരി കോമൺ നെയിംസും ഈ പ്ലാന്റിനുണ്ട്. നല്ലൊരു വെരിഗേഷനോട് കൂടിയ ഈ പ്ലാന്റ് ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നതാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ തന്നെ ഈ ചെടി നല്ല ഭംഗിയിൽ വളർന്നു വരികയുള്ളൂ. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇതിൻ്റെ ലീഫുകളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ബാക്ക് ബോണിൻ്റെ അതേ സ്ട്രക്ചറിൽ ആണ് ഇവ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവയെ ഡെവിൾസ് ബാക്ക് ബോൺ എന്നും വിളിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അകത്തളവും അതേപോലെ നമ്മുടെ മുറ്റവും ഗാർഡനും ഒക്കെ നല്ല ഒരു ഗ്രീനറി നിറച്ച് നിർത്താൻ പറ്റിയ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ പെഡിലാന്തസ് പ്ലാന്റുകൾ. ഇത് തന്നെ പല പല വെറൈറ്റികളിൽ അവൈലബിൾ ആണ്. ഇനി നമ്മളിതിനെ ഷെയ്ഡിലാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലുള്ള വെരിഗേഷൻസ് ഒന്നും ഈ ലീഫിൽ തെളിഞ്ഞു വരില്ല. മറിച്ച് ഇതൊരു ഫുള്ളി ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഇതിന് ഇത്രയും ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി നല്ല സൺലൈറ്റിൽ, നേരിട്ടുള്ള സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫിൽ ഇതുപോലെ പിങ്ക് കളർ കയറി വരും. ഈ വൈറ്റ് കാണുന്ന എല്ലാ സ്ഥലത്തിലും നല്ല ഒരു ഡാർക്ക് പിങ്ക് കളർ വരും. അപ്പോൾ ഈ ചെടിയുടെ ഭംഗി ഒന്ന് വേറെ തന്നെയായിരിക്കും. എൻ്റെ ഈ പ്ലാന്റ് ആദ്യം ഇലകളൊക്കെ കൊഴിച്ച് വെറുതെ സ്റ്റെമ്മായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെ ഞാനൊന്ന് റീപോർട്ട് ചെയ്ത് പുതിയ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടിയൊക്കെ മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് ആ പോട്ടിൽ നിന്നുള്ള പ്ലാന്റിനെ ഇളക്കി ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇത് നിറഞ്ഞ് ഇതുപോലെ ഫുള്ള് ലീഫായിട്ടും ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫുള്ള് ലീഫായിട്ടൊക്കെ വരണമെങ്കിൽ നല്ല ചാണകപ്പൊടിയൊക്കെ കൊടുത്ത് നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നിറയെ ഫുള്ള് ഈ ലീഫുകൾ അത്രയും നല്ലൊരു പിങ്കിഷ് കളറിലോട്ട് മാറുന്നതായിരിക്കും. ഇതൊരു സക്കുലൻ്റ് ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറച്ച് മതി. 3 ദിവസത്തിലൊരിക്കലൊക്കെ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എങ്കിൽ തന്നെയും ഇത് നല്ല ഭംഗിയിൽ വളർന്നോളും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ചെടിയെ നമ്മൾ വിളിച്ചിരുന്നത് തത്തമ്മച്ചെടി എന്നായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഈ ചെടിയുടെ പേര് എന്തായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? അതിനൊരു കാരണമുണ്ട്. ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകാറുണ്ട്. കുഞ്ഞ് ബേർഡ്സ് പോലത്തെ ഇതുപോലത്തെ നിറയെ പൂക്കൾ ഇങ്ങനെ ഇതിൻ്റെ അറ്റഭാഗത്തായിട്ട്, സ്റ്റെമ്മിൻ്റെ അറ്റഭാഗത്തായിട്ട് ഉണ്ടാകാറുണ്ട്. പിങ്കും റെഡും കളറിലാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ ബേർഡ്സ് പോലുള്ള ഈ ഫ്ലവറിൻ്റെ അകത്തായിട്ട് നിറയെ തേനുമുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ആകുമ്പോൾ ആ തേൻ കുടിക്കാനായിട്ട് ഇതിനെ എടുത്ത് കടിച്ച് തേനൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റെമ്മ് ഫുള്ളായിട്ട് പൂക്കൾ ഉണ്ടാകും. അത് ഇലയൊക്കെ കൊഴിഞ്ഞതിന് ശേഷമാണ് പൂക്കൾ ഉണ്ടാകാറുള്ളത്. ഒരു നവംബർ ഡിസംബർ മാസത്തിലാണ് ഇതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞതിന് ശേഷം ആ സ്റ്റെമ്മിൻ്റെ അറ്റത്തായിട്ട്, അതായത് ക്യാൻഡിൽ കത്തിച്ചതുപോലെ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവും. റെഡ് ഫ്ലവർ ഉണ്ടായി നിൽക്കും. റെഡോ പിങ്കോ ഏതോ ആവാം. അതുകൊണ്ടാണ് ഇതിന് ക്രിസ്മസ് ക്യാൻഡിൽ എന്നും കൂടി ഒരു പേരുള്ളത്. പ്രത്യേകിച്ച് കീടങ്ങളുടെ ഒന്നും തന്നെ ആക്രമണം ഈ ചെടിയിൽ ഉണ്ടാകാറില്ല. മാത്രമല്ല ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇതിന് വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോയാൽ ഇതിൻ്റെ ലീഫ് എല്ലാം കൊഴിഞ്ഞു പോകും. വെറുതെ പഴുക്കത്തൊന്നുമില്ല, മഞ്ഞ കളറൊന്നും ആകാതെ വെറുതെ നിന്ന് ഈ ലീഫുകൾ അത്രയും തന്നെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ ആ പോട്ടിലെണ്ണം വെള്ളം കെട്ടി നിൽപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ബുഷിയാക്കി നമുക്ക് പോട്ടിലും ഇതിനെ വളർത്തിയെടുക്കാം. പോരാത്തതിന് വേണമെങ്കിൽ നമുക്ക് ബോർഡറൊക്കെ തിരിച്ച് നമ്മുടെ ഗാർഡൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നല്ല ബോർഡറൊക്കെ തിരിച്ച് നല്ല വെട്ടിയൊതുക്കി ഭംഗിയിൽ ഈ ചെടി വളർത്തുകയും ചെയ്യാം. പിന്നെ ഫെർട്ടിലൈസേഷൻ്റെ കാര്യം. ഫെർട്ടിലൈസേഷൻ്റെ പ്രത്യേകിച്ച് കാര്യമൊന്നും പറയാനില്ല. നമ്മുടെ ചാണകപ്പൊടി തന്നെ ധാരാളം. ഉണങ്ങിയ ചാണകപ്പൊടി മാസത്തിലൊരിക്കലോ 2 തവണയോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയിൽ വളർന്നു വരും. ഇനി ചാണകപ്പൊടി ഇല്ല എങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ വേറെ ആയിട്ടുള്ള, അതായത് നമ്മുടെ കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്കിതിന് വളമായിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വളമൊന്നും കൊടുത്തില്ല എങ്കിലും ഇത് നല്ല ഭംഗിയിൽ വളർന്നോളും. ഇടയ്ക്ക് ഇനി വളരാതെ ഇതിങ്ങനെ മുരടിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുത്താലും ഇത് നല്ല ഭംഗിയിൽ വളരും. ഈ പ്ലാന്റിനെ വെട്ടിയൊതുക്കി നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും അറേഞ്ച് ചെയ്യാം. നല്ല ഭംഗിയിൽ ബോർഡർ ചെയ്ത് വളർത്താം. അല്ലാതെ നമുക്ക് വേറെ പിങ്ക് കളറിലൊക്കെ ഉള്ള പ്ലാന്റ്സുകളുമായിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് വെച്ചുമൊക്കെ ഈ പ്ലാന്റിനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വളർത്താവുന്നതാണ്. ഇനി ഇതുപോലെ നല്ല ബുഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ തിക്നെസ് കൂടി വരും. അതായത് നല്ല ബുഷിയായിട്ട് ഈ പ്ലാന്റ് വളരും. ഇതുപോലെ നമുക്ക് എക്സ്ട്രാ ലെങ്തിലോട്ട് നിൽക്കുന്ന സ്റ്റെമ്മുകളെല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ചെടി
അത് നല്ല ബുഷിയായിട്ട് നിന്നെങ്കിൽ മാത്രമേ അത് കാണാനൊരു ഭംഗിയുള്ളൂ. വെറുതെ കോല് പോലെ ഇങ്ങനെ പൊങ്ങിപ്പോയാൽ കാണാനൊരു ഭംഗിയുമില്ല. അപ്പം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഈ ചെടി. ഇതുപോലെ ഇതിൽ നിന്നും ഒരു കറ ഉണ്ടാകുന്നുണ്ട്, ഒരു പാല് പോലെ ഒരു കറ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്നും ഉണ്ടാകാറുണ്ട്. ഇത് മുറിവുണക്കാൻ നല്ല ബെസ്റ്റാണെന്ന് പറയപ്പെടുന്നു. ഭൂമിദേവിയുടെ മടിത്തട്ടിൽ വെട്ടി വീഴ്ത്തപ്പെട്ട പാവം സ്റ്റെമ്മുകൾ ഇതിനെ നമുക്ക് പുതിയ പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കാം. ഈ സ്റ്റെമ്മുകൾ, ഈ ചെറിയ ഒരു സ്റ്റെം മതി, ഇങ്ങനെ എത്ര സ്റ്റെമ്മുകൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഈ ഒന്നിൽ കൂടുതൽ സ്റ്റെം കട്ടിങ്ങൾ എടുത്ത് ഒരു പോട്ടിൽ നമുക്ക് നട്ടുകൊടുത്ത് നല്ല ബുഷിയാക്കി പോട്ടിനെ വളർത്തിയെടുക്കാം. ഇനി വെള്ളത്തിലിട്ട് വേണമെങ്കിലും നമുക്ക് റൂട്ട് വരുത്തിയതിന് ശേഷവും നട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് പോട്ടിൽ നട്ട് നല്ല ഭംഗിയാക്കി സെറ്റ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ചിരകിയ തേങ്ങയുടെ അവശേഷിപ്പുകൾ പോലെ കാണപ്പെടുന്ന ചിരട്ടയെ ഒരു ബോർഡറൊക്കെ പിടിച്ച് മണ്ണൊക്കെ ഇട്ട് നല്ല ലെവൽ ചെയ്ത് ഒരു ലൈൻ പിടിച്ച് ബോർഡറാക്കിയും നമുക്ക് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാവുന്നതാണ്. ഒരു സാധനവും നമ്മൾ വെറുതെ കളയണ്ട, എല്ലാത്തിനെയും നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ചിരട്ടയൊക്കെ ഒന്ന് ലൈൻ പിടിച്ച് ആ ചിരട്ടയിൽ ഒരു പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ അതിൻ്റെ ഒരു ലുക്കൊന്ന് വേറെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബോർഡറാക്കിയും പോട്ടിലും ഇൻഡോറാക്കിയും ഒക്കെ ഈ പ്ലാന്റിനെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തിയെടുക്കാം. അപ്പോൾ ഡെവിൾസ് ബാക്ക് ബോൺ എന്ന പ്ലാന്റിനെ കുറിച്ചുള്ള എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒന്നും തന്നെ ചെയ്യാൻ മറക്കണ്ട. ഹലോ പോവരട്ടെ, സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തിട്ട് പോയാലോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.